മന്ത്രി എം.പി. രാജേഷ് ഇതേ വിഷയത്തിൽ ഉപയോഗത്തിന്റെ കാര്യത്തിലേക്കും എത്തുന്നത്. ഇപ്പോൾ ലഹരിയെ നമുക്ക് എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം നേരിടാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ട് കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ട്. ഇപ്പോ 24,000-ത്തിലധികം പേരെ 24,517 പേര് 2024 കേരളത്തിൽ മാത്രം അറസ്റ്റ് ചെയ്തു. എക്സൈസും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പഞ്ചാബിൽ ആ വർഷം അറസ്റ്റ് ചെയ്തത് 9,734 പേരെയാണ്. അതിന്റെ 3 ഇരട്ടി ആളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു. ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് മയക്കുമരുന്ന് കേസിൽ കേരളത്തിലാണ്. 98.9%. 100%-ത്തിനടുത്ത പിടിക്കപ്പെടുന്ന പ്രതികളിൽ ഏറെക്കുറെ എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടാവുന്നു എന്നത് നമ്മൾ കാണുന്നത് നിയമത്തിന്റെ മാത്രം ബലത്തിൽ നേരിടാൻ പറ്റുന്ന ഒന്നല്ല. സാമൂഹികമായിട്ടുള്ളൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണ്. സർക്കാരിന് അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് എടുത്തത്. അതിനിയും തുടരേണ്ടതുണ്ട്. കൂടുതൽ വിപുലമായ ഒരു ജനകീയമായിട്ടുള്ള ക്യാമ്പയിൻ, ബോധവൽക്കരണ പരിപാടി സർക്കാർ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. പക്ഷെ നമ്മളിതിനെ കേവലം ലഹരിയുടെ മാത്രം പ്രശ്നമായിട്ട് കണ്ടുകൂടാം. ലഹരി, വയലൻസ്, ഇതിന്റെ എല്ലാം ഉറവിടം എന്താണ്, അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ്. ഈ പ്രതിപക്ഷം അടക്കം കഴിഞ്ഞ ദിവസങ്ങളടക്കം പറയുന്നത് സർക്കാർ ഈ ലഹരി വ്യാപനം പറയുന്നത് സർക്കാർ പരാജയപ്പെട്ടു. അതിനൊരു മറുപടി. ഇത് പ്രതിപക്ഷം ഏതൊരു സന്ദർഭത്തിൽ, ഏതൊരു കാര്യത്തിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് വളരെ വളരെ നിരുത്തരവാദപരമാണ്. മാത്രമല്ല അത് അങ്ങേയറ്റം ഒരു സാമൂഹിക വിരുദ്ധമായ നിലപാടുമാണ്. സമൂഹം എന്ന നിലയിൽ ആകെ നേരിടേണ്ട കാര്യം പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാം ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇത്തരമൊരു ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷത്തിന് ചേർന്നതല്ല. എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? ഇന്ന് രാവിലെ എം.പി. രാജേഷാണ് കേരള എക്സൈസ് കൊടുത്ത എം.പി. രാജേഷാണ് പ്രതി. അനീഷ് നമ്മൾ പറഞ്ഞു വന്നത് അതേ വിഷയം തന്നെയാണ് എം.പി. രാജേഷ് മന്ത്രി, എക്സൈസ് മന്ത്രി പ്രതികരിക്കുന്നത്. എന്തായാലും കുട്ടികൾക്കിടയിൽ പോലും ഇത്തരം കുറ്റവാസന, ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ എങ്ങനെ അതിന് കഴിയുന്നു എന്നതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ സംശയം എത്തുന്നത് ലഹരിയിലേക്കാണ്. കുട്ടികൾക്കിടയിൽ പോലും ഇത് സർവത്ര ലഹരി ഉപയോഗം വ്യാപകമാകുന്നു. ഇന്ന് നമ്മൾ ഈ താമരശ്ശേരിയിലെ കുട്ടിയുടെ ദാരുണമായ മരണം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്ത മറ്റൊരു വാർത്ത കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന്. അതായത് സഹപാഠിക്ക് ലഹരി നൽകി പീഡിപ്പിച്ചു എന്ന ആക്ഷേപം നേരിടുന്ന ഒരു 10ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ ഇത് എത്ര കണ്ട് വലിയൊരു വിപത്ത് എന്നത് മന്ത്രി കൂടി ചൂണ്ടിക്കാട്ടുകയാണ്.